നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഹോബി എന്താണെന്നറിയോ? നമ്മളെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ ആലോചിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മുടെ ലൈഫ് എത്ര സിമ്പിൾ ആണെങ്കിലും ബ്രെയിൻ എങ്ങനെയെങ്കിലും അത് കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. ബ്രെയിൻ ഒരു പ്രോബ്ലം സോൾവിങ് മെക്കാനിസം ആണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ പോലും അത് പ്രോബ്ലം ആക്കി മാറ്റും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഉറങ്ങണ സമയത്ത്, ഉറങ്ങാൻ കിടക്കണ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഒരു റാൻഡം കാര്യം ഓർമ്മ വരും. മേ ബി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. നമ്മുടെ ബ്രെയിൻ ജസ്റ്റ് മേക്സ് ഷുവർ ദാറ്റ് വി ആർ ആക്റ്റീവ്. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിപ്പോകും. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു തോട്ട് പാർക്കിംഗ് മെത്തേഡ്, അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എല്ലാം ഈ ഒരു നിമിഷം, ഈ ഒരു സെക്കൻഡിൽ ചെയ്യണം എന്നില്ല. പക്ഷെ നമ്മുടെ ബ്രെയിൻ നമ്മളെ കൊണ്ട് കൺവിൻസ് ചെയ്യിപ്പിക്കും ഇപ്പൊ ചെയ്യണം എല്ലാം എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് സ്ട്രെസ് കൂടും. സൈക്കോളജിയിൽ പറയുന്നുണ്ട്, നമുക്ക് ഒരു കാര്യം നമ്മൾ എത്ര പ്രാവശ്യം ആലോചിക്കുന്നോ നമ്മുടെ മനസ്സിൽ സ്ട്രെസ് കൂടും, സ്ട്രെസ് ഹോർമോൺസ് കൂടും, കോർട്ടിസോൾ കൂടും, നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടും. അപ്പം അതൊന്നും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. പക്ഷെ ബ്രെയിനിനെ പറ്റി മാത്രമേ ആലോചിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു തോട്ട് പാർക്കിംഗ് മെക്കാനിസം ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി തോന്നിയൊരു കാര്യമാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തോട്ട് പാർക്കിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഏറ്റവും ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോൾ ഒരു തോട്ട് വന്നാലും അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ഓർമ്മ വന്നാലും ഉടനെ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നമ്മൾ ആ ഒരു കാര്യം എഴുതിയെടുക്കുക. അപ്പം അതിന്റെ അർത്ഥം ആ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും, പക്ഷെ അത് ഇപ്പൊ ചെയ്യണം എന്നില്ല. ഓക്കെ, അങ്ങനെ തന്നെ വേറെ നമ്മളിപ്പം ആ ഒരു കാര്യം എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല. അടുത്ത കാര്യം, നമ്മള് ഒരു ലെറ്റ്സ് ഒരു ഫുൾ ഡേ നമ്മൾ അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. നമ്മുടെ മനസ്സിൽ വരുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ആ സമയത്ത് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ എഴുതുക. അപ്പം നെക്സ്റ്റ് ഡേ വന്നിട്ട് അപ്പൊ ഫുൾ ഡേ നമ്മൾ പിന്നെ ആ കാര്യത്തിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കാൻ പാടില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ പിന്നെ ഈ പേപ്പർ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി നമ്മൾ വായിച്ചു നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. ചില കാര്യങ്ങൾ ഇന്നലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ കാര്യം ഇന്ന് നമുക്ക് ചെയ്യണം എന്ന് പോലും തോന്നില്ല. അപ്പം സിംപ്ലി നമുക്കത് ക്രോസ് ചെയ്തിട്ട് ടിക്ക് ചെയ്യുക, അതായത് ആ പണി കഴിഞ്ഞു. പിന്നെ നമ്മൾ രണ്ടാമത് വായിക്കുമ്പം അത് നമുക്ക് മനസ്സിലാവും ഇതിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ ബേസിക്കലി നമ്മൾ നമ്മുടെ ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞാനൊരു ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് എന്നും പറയും. അപ്പൊ ഞാൻ എന്റെ വീഡിയോസിൽ പറയാറുണ്ട്, ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ലെറ്റ് ഇറ്റ് ഗോ. അതായത് നമ്മുടെ മനസ്സിന് വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് തരുന്ന കാര്യങ്ങൾ, നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അത് നമ്മൾ ലിസ്റ്റിൽ എഴുതി അത് നമ്മൾ മറന്നു പോവുകയല്ല ചെയ്യുന്നത്, പക്ഷെ ലിസ്റ്റിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിന് മാറും. അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനും ഫോക്കസ് ചെയ്യാനുള്ള ബ്രെയിൻ സ്പേസ് കിട്ടും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി, അതായത് CBT, ഇതിലും ഒരു സിമിലർ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, വരി പോസ്റ്റ്പോൺമെന്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പം അർജന്റ് ആണെന്ന് തോന്നിയ കാര്യം നാളെ നമ്മൾ നോക്കുമ്പോൾ അത് അർജന്റ് ആയിരിക്കില്ല. മോസ്റ്റ്ലി 70 to 80% നമ്മൾ അർജന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശരിക്കും അത് അടുത്ത ദിവസം നോക്കുമ്പം ഇറലവന്റ് ആയിരിക്കും, ഒട്ടും ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല. ബേസിക്കലി നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞ് മനസ്സിലാപ്പിക്കുകയാണ് ചെയ്യുന്നത്, എല്ലാ കാര്യവും സെയിം ഇമ്പോർട്ടൻസ് അല്ല. അപ്പം എല്ലാ കാര്യത്തിനും ഒരുപാട് സ്ട്രെസ് എടുക്കണം ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ശരിക്കും നമ്മളൊരു ലിസ്റ്റിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമെന്ന് നമ്മൾ നമ്മുടെ ബ്രെയിനിനോട് പറയുകയാണ് ചെയ്യുന്നത്. വിച്ച് മീൻസ് നമ്മൾ ബ്രെയിനിന് പെർമിഷൻ കൊടുക്കുകയാണ്, ഓക്കെ ലെറ്റ് ഇറ്റ് ഗോ ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ ഇപ്പോഴത്തേക്ക്, സോ ദാറ്റ് യു കൻ ഫോക്കസ് ഓൺ സംതിങ് എൽസ്. നമ്മളിത് എഴുതി വെച്ച കാര്യം എന്തായാലും ചെയ്യും, പക്ഷെ ഇപ്പം ഇറ്റ്സ് നോട്ട് ഏർജന്റ്. അപ്പൊ ഞാൻ കുറച്ച് ഐ തിങ്ക് ഒരു 4-5 months മുന്നെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് ഉണ്ടാക്കിയത്. എനിക്ക് ഓർമ്മയുണ്ട്, ഉണ്ടാക്കിയപ്പം അറൌണ്ട് 26 items ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ എത്ര കാര്യങ്ങളായിരുന്നു. ഐ വാസ് ജസ്റ്റ് വറിഡ്, പക്ഷെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, വീട്ടില് എന്തെങ്കിലും ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും എനിക്ക് ഭയങ്കര ബോധറിംഗ് ആയിട്ട് തോന്നുമായിരുന്നു. എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യാനുണ്ട്, അത് ഒരുപാട് ബാക്ക്ലോഗായി കുറെ കാലമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഇങ്ങനെ മനസ്സിലിരിക്കുമ്പം അതിനോട് ഒന്നും ഒരു പ്രോഗ്രസ്സും നടക്കുന്നില്ല. പക്ഷെ ഐ വാസ് സോ ഡിസ്റ്റർബ്ഡ്. പക്ഷെ ഒരു മാനിഫെസ്റ്റേഷൻ പോലെയാണ്. ഇത് ലിസ്റ്റിൽ എഴുതിയ ഉടനെ മാജിക്കലി ഓരോ കാര്യം താൻ സോൾവ് ആവാൻ തുടങ്ങി. സോ അത് ഭയങ്കര ഒരു ട്രൂ കോൺസെപ്റ്റ് ആണ്. നമ്മൾ എന്താണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് താൻ സോൾവ് ആവും. ബിക്കോസ് ദ യൂണിവേഴ്സ് ഇസ് ലിസ്ണിംഗ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ആലോചിക്കുമ്പം ഇറ്റ് ഹാപ്പൻസ്. അപ്പം ശരിക്കും ഓവർ തിങ്കിങ് നമ്മുടെ മൈൻഡിന്റെ ഒരു ടെക്നിക്കാണ് ടു കീപ് us ബിസി. അപ്പൊ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു സമയത്ത് ഏത് തോട്ടാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്, വിച്ച് വൺ ഷുഡ് വി ലെറ്റ് ഗോ.
അപ്പം ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. അപ്പൊ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് ഒന്നും നീങ്ങുന്നില്ല, ഒരു പ്രോഗ്രസ് നടക്കുന്നില്ല, കുറെ കാര്യങ്ങൾ പകുതി ചെയ്തു വെച്ചിട്ടുണ്ട്, എവിടെ എത്തുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ തോട്ട് പാർക്കിംഗ് ടെക്നിക്ക് ഒന്ന് ചെയ്തു നോക്കും. സിമ്പിൾ ആണ്, ജസ്റ്റ് ഒരു പേപ്പറും പേനയും മതി. എവിടെയെങ്കിലും സൈലന്റ്ലി ഇരിക്കുക, അത് എഴുതുക. ഇതിന് തോട്ട് പാർക്കിംഗ് എന്നും പറയാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലെറ്റ് ഇറ്റ് ഗോ ലിസ്റ്റ് എന്നും പറയാം. അപ്പം നിങ്ങളിത് ചെയ്തു നോക്കൂ. എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഒരു സ്ട്രെസ് റിലീഫ് ആയി എന്ന് നിങ്ങൾ പറയൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.